ഇന്ന് മോൾക്ക് സ്കൂളുള്ള ദിവസമായിരുന്നു. 2, 3 ദിവസത്തെ അവധി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് സ്കൂളിൽ പോകാൻ ഇന്ന് മോൾക്ക് നല്ല മടിയായിരുന്നേ. അതുപോലെ തന്നെ ജോലി ചെയ്യാൻ എനിക്കും ഇന്നങ്ങ് മടിയായിരുന്നു. 2 ദിവസം ഞാൻ ശരിക്കും കിടന്ന് ഉറങ്ങി മോൾക്ക് സ്കൂളില്ലാത്തതുകൊണ്ട്. അപ്പോൾ എന്തേ ഇന്ന് രാവിലെ എണീറ്റ് വെളിയിലൊക്കെ നോക്കിയപ്പോൾ നല്ല വൈബുണ്ടായിരുന്നു. നല്ല അടിപൊളി മഴയുടെ ആ ഒരു സ്റ്റാർട്ടിങ് വൈബാണ് കണ്ടത്. അപ്പോൾ എന്തേ കുടിവെള്ളമൊക്കെ തിളപ്പിക്കാൻ വെച്ചു. അപ്പം ഞാൻ രാവിലെ മഹാലക്ഷ്മിയുടെ സ്തുതി വെച്ച് കേൾക്കാറുണ്ട്. നല്ലൊരു നമുക്കൊരു പോസിറ്റീവ് എനർജി മൈൻഡിന് കിട്ടും. മൈൻഡ് ഒന്ന് റിലീഫ് ആകും. അപ്പോൾ എന്ത് ഈ അരി കണ്ടില്ലേ? അരച്ച് വെച്ചിരിക്കുന്ന മാവ് ഇത് നമ്മുടെ നല്ല ചുമന്ന കുത്തരി കുതിർത്തിട്ട് നമ്മൾ തലേന്ന് അരച്ച് വെച്ച മാവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കളർ അതിന്. പിന്നെ എന്തായാലും മോൾക്ക് സ്കൂളിൽ റൈസ് കൊടുത്തു വിടാമെന്നാണ് ഞാൻ തീരുമാനിച്ചിരുന്നത്. അപ്പോൾ എന്തേ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. ആൾ എണീറ്റിട്ടില്ല ഉറങ്ങുകയാണ്. എൻ്റെ മോളും ഉറക്കമായിരുന്നു. അപ്പം തേയിലവെള്ളമൊക്കെ തിളപ്പിക്കാമെന്ന് കരുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തേയിലവെള്ളമൊക്കെ തിളപ്പിച്ചു. നല്ല അടിപൊളിയായിട്ട് ഏലക്കയൊക്കെ ഇട്ട് ഇന്ന് ഗ്രാമ്പൂ ഇട്ടില്ല കേട്ടോ. ഒരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് കരുതി ഇന്ന് ഏലക്കയാണ് ഇട്ടത്. അപ്പോൾ എന്തേ ഗ്രീൻ പീസ് കറിയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ചുമന്ന ആ ഒരു കളറുള്ളതുകൊണ്ടാണ് ആ ഒരു മാവിന് ആ ഒരു ഇത് വരുന്നത്. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മൾ വെളുത്ത ആ ഒരു പാലപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെയുള്ള ടേസ്റ്റൊക്കെ ഇതിന് കിട്ടും കേട്ടോ. മറ്റേ നമ്മൾ ഈ കളറ് കാണുമ്പോൾ ചിന്തിക്കുന്ന പോലെ അല്ല. നല്ല ഗുണമാണ് ഈ ചുമല അരിയും കൂടെ ആകുമ്പോഴത്തേക്ക്. അപ്പം ഇന്നെന്തായാലും മോൾക്ക് സ്നാക്സൊക്കെ കൊടുത്തു വിടാനുള്ള ഒരു തിരക്ക്. ഏത് കൊടുത്തു വിടണമെന്നുള്ള ആ ഒരു കൺഫ്യൂഷനായി. എല്ലാം തീർന്നിരിക്കുകയായിരുന്നു. അധികമൊന്നും ഇരിപ്പില്ല. പണ്ട് മുതലേ ഞാനൊക്കെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു ഐറ്റം ഉണ്ട് പാർലേജി. എത്ര വർഷം പഴക്കം ചെന്നാലും ആ ഒരു ടേസ്റ്റിനും ആ ഒരു പേരിനും ഒരു മാറ്റവും സംഭവിക്കില്ല. അപ്പം മോൾക്കുള്ള സ്നാക്സൊക്കെ റെഡിയാക്കി. അപ്പോൾ എന്താ ഞാൻ റൈസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കറിയൊന്നും അതിൻ്റെ കൂടെ ആക്കിയിട്ടില്ല. അപ്പോൾ മുട്ട ഇങ്ങനെ ചിക്കി തോർത്തിയെടുക്കില്ലേ, അത് മോൾക്ക് ഇഷ്ടമാണ് അതിൻ്റെ കൂടെ. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് കൊടുക്കാം. അത് മോൾക്ക് വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ എന്തേ മുട്ട ചിക്കി തോർത്തിയെടുത്തതും റൈസോടാണ് ഇന്ന് മോൾക്ക് കൊടുത്തു വിടുന്നത്. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് എടുക്കുകയാണ്. നല്ല അടിപൊളി അപ്പവും നല്ല അടിപൊളി ഗ്രീൻ പീസ് കറിയും. അപ്പോൾ എന്തേ ഓരോരുത്തരായിട്ട് വന്ന് അവരവർക്കുള്ളത് മേടിച്ചുകൊണ്ട് പോവുകയാണ്. എൻ്റെ കുഞ്ഞ് കൊണ്ടുപോയി ഞങ്ങൾക്ക് ഒരുമിച്ച് കഴിക്കാനുള്ള ഐറ്റമാണ് കേട്ടോ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റും നല്ലൊരു മോർണിംഗും ആയിരുന്നു.